Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള മേൻ അബ്സ്കോണ്ടിങ്. അബ്സ്കോണ്ട് എന്നാൽ ഒളിച്ചോടുക എന്നുള്ള അർത്ഥം. മേൻ അബ്സ്കോണ്ടിങ്, ഒരു പുരുഷൻ ഒളിച്ചോടുന്നു. ഫോർ നിയർലി 40 years. നിയർലി എന്നാൽ അർത്ഥം ഏകദേശം എന്നുള്ള അർത്ഥമാണ്. ഏകദേശം 40 വർഷത്തോളം ഒരു പുരുഷൻ ഒളിച്ചോടി. ഇൻ ബ്രദർ ഇൻ ലോസ് മർഡർ കേസ് അറസ്റ്റഡ്. ബ്രദർ ഇൻ ലോ എന്നാൽ അളിയൻ. ബ്രദർ ഇൻ ലോസ് മർഡർ എന്നാൽ കൊലപാതകം. ഇവിടെ ഇത് വാസ് അറസ്റ്റഡ് എന്ന് വായിക്കണം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ സാധാരണ നൽകാറില്ല. ഇവിടെ ഇതിങ്ങനെ വായിക്കണം: വാസ് അറസ്റ്റഡ്, അറസ്റ്റിലായി. കേരളത്തിൽ ഭാര്യയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ ഏകദേശം 4 പതിറ്റാണ്ടുകളായിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അബ്സ്കോണ്ട് എന്നാൽ ഒളിച്ചോടുക, ഒളിവിൽ കഴിയുക, ഇതൊക്കെയാണ് അർത്ഥം. കൊല്ലം, കേരള, ജൂലൈ 5. PTI ന്യൂസ് ഏജൻസിയാണ്. പോലീസ് ഓൺ സൺഡേ. ഞായറാഴ്ച ദിവസം പോലീസ് പറഞ്ഞു ദേ ഹാഡ് അറസ്റ്റഡ്, അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എ മേൻ, ഒരു പുരുഷനെ. ഹു, അദ്ദേഹം. ഹാഡ് ബീൻ അബ്സ്കോണ്ടിങ്, അദ്ദേഹം ഒളിവിൽ കഴിയുകയായിരുന്നു. ഫോർ നിയർലി 4 decades. ഡെക്കേഡ് എന്നാൽ ദശകം. 4 decades എന്നാൽ 4 ദശകത്തോളം. ഫോർ അലേജഡ്ലി മേർഡറിങ് ഹിസ് ബ്രദർ ഇൻ ലോ ഇൻ വിളിയം. അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ്. പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. ഇതുവരെ കേസ് തെളിയിച്ചിട്ടില്ല, ആരോപണമാണ്. അതാണ് അലേജഡ്ലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലേജഡ്ലി മേർഡറിങ് ഹിസ് ബ്രദർ ഇൻ ലോ, അദ്ദേഹത്തിൻ്റെ അളിയനെ കൊലപ്പെടുത്തി എന്നാണ് ആരോപിക്കപ്പെടുന്നത്. കൊല്ലം വെളിയത്ത് ഭാര്യയുടെ സഹോദരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് ഏകദേശം 4 പതിറ്റാണ്ടുകളായിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരാളെ പോലീസ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തു എന്ന് പോലീസ് പറഞ്ഞു. ഇവിടെ ഈ സാഹചര്യത്തിൽ ഇവിടെ ബ്രദർ ഇൻ ലോ എന്നുള്ളതിൻ്റെ അർത്ഥം ഭാര്യയുടെ സഹോദരൻ എന്നുള്ള അർത്ഥമാണ്. പെങ്ങളുടെ ഭർത്താവാണെങ്കിലും ബ്രദർ ഇൻ ലോ എന്ന് തന്നെയാണ് വിളിക്കുക. ദി അക്യൂസ്ഡ്, പ്രതി മോഹൻ പിള്ളൈ 65 എന്നാണ് പ്രതിയുടെ പേര്. അദ്ദേഹം വാസ് അറസ്റ്റഡ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ബൈ ദ പൂയപ്പള്ളി പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇൻ കണക്ഷൻ, ബന്ധപ്പെട്ട്, വിത്ത് ദ മർഡർ ഓഫ് ചന്ദ്രശേഖരൻ പിള്ളയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം ചന്ദ്രശേഖരൻ പിള്ളൈ, എ നേറ്റീവ് ഓഫ് വെളിയം, പടിഞ്ഞാറ്റിങ്കര വെളിയം എന്നു പേരുള്ള ആ സ്ഥലത്തുള്ള സ്വദേശിയാണ് ഇദ്ദേഹം. അക്കോർഡിംഗ് ടു പോലീസ് പറയുന്ന വിവരപ്രകാരം ദി ഇൻസിഡൻറ്റ്, ഈ സംഭവം സംഭവിച്ചത് ഓൺ ജനുവരി 11, ജനുവരി 11 1987, 1987 ഈ സംഭവം സംഭവിച്ചത്. ആ സമയത്ത് മോഹൻ പിള്ളൈ അലേജഡ്ലി ഹാക്ഡ് ചന്ദ്രശേഖരൻ പിള്ളൈ ടു ഡെത്ത്. ഹാക്ക് ടു ഡെത്ത് എന്നാൽ വെട്ടിക്കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ഹാക്ഡ് ടു ഡെത്ത്, വെട്ടിക്കൊന്നു. മോഹൻ പിള്ളൈ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഫോളോവിങ്, അതിനെ തുടർന്നാണ് കൊലപ്പെടുത്തിയത്. എ ക്വാറൽ എന്നാൽ വഴക്ക്. എ ക്വാറൽ ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം ഡ്രങ്ക്. ഇതിനർത്ഥം മദ്യപിച്ച് വീട്ടിലെത്തിയത് ശേഷം എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ എന്നാൽ ശേഷം, റിട്ടേണിംഗ് എന്നാൽ തിരിച്ചു വന്നതിന് ശേഷം എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം ഡ്രങ്ക് എന്നാൽ മദ്യപിച്ചുകൊണ്ട്. പോലീസിൻ്റെ വിവരപ്രകാരം 1987 ജനുവരി 11 മദ്യപിച്ച ശേഷം വീട്ടിലെത്തിയ ശേഷം ഉണ്ടായിട്ടുള്ള തർക്കത്തെ തുടർന്ന് മോഹൻ പിള്ള ചന്ദ്രശേഖരൻ പിള്ളയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് ആരോപിക്കപ്പെടുന്നത്. പോലീസ് പറഞ്ഞു ദി അക്യൂസ്ഡ്, പ്രതി, ഫ്ലഡ് ദ സീൻ. ഫ്ലീ എന്നാൽ രക്ഷപ്പെടുക, അതിൻ്റെ പാസ്റ്റാണ് ഫ്ലഡ്. രക്ഷപ്പെട്ടു. ഫ്ലഡ് ദ സീൻ, ആ സംഭവസ്ഥലത്ത് നിന്നും
രക്ഷപ്പെട്ടു ആഫ്റ്റർ ദ മർഡർ. കൊലപാതകം ചെയ്തതിന് ശേഷം ആ പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് പോലീസ് പറഞ്ഞു. ഹി ഇനിഷ്യലി. ഇനിഷ്യലി എന്നാൽ ആദ്യമായി എന്നുള്ള അർത്ഥം. ഹി ഇനിഷ്യലി അദ്ദേഹം ആദ്യം വെൻറ്റ് പോയി. വെൻറ്റ് ഇൻ ടു ഹൈഡിങ് ഇൻ വേളാങ്കണ്ണി. വെൻറ്റ് ഇൻ ടു ഹൈഡിങ് എന്നാൽ ഒളിവിൽ പോയി എന്നുള്ള അർത്ഥമാണ്. ഒളിവിൽ കഴിഞ്ഞു. ബിഫോർ മൂവിങ് മാറുന്നതിന് മുമ്പ് ടു കല്ലറ ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ്. കോട്ടയം ജില്ലയിലെ കൊല്ലറയിലേക്ക് മാറുന്നതിന് മുമ്പ് അദ്ദേഹം വേളാങ്കണ്ണിയിലേക്ക് ആദ്യം ഒളിവിൽ പോയി. വേർ അവിടെ വെച്ച് ഹി അസ്യൂംഡ്. അസ്യൂം എന്നാൽ അർത്ഥം സ്വീകരിക്കുക എന്നുള്ള അർത്ഥം. വേർ അവിടെ വെച്ച് ഹി അസ്യൂംഡ് അദ്ദേഹം സ്വീകരിച്ചു എ ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് അദ്ദേഹം അവിടെ വെച്ച് സ്വീകരിച്ചു. ഹി അദ്ദേഹം ലേറ്റർ പിന്നീട് മാരീഡ് എ വുമൺ അദ്ദേഹം പിന്നീട് ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. ആൻഡ് ദ കപ്പിൾ ഹാസ് ആ ദമ്പതികൾക്ക് ഉണ്ട് ചിൽഡ്രൻ എന്ന കുട്ടികൾ. ആൻഡ് ദ കപ്പിൾ ഹാസ് ചിൽഡ്രൻ ആ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ട്. പോലീസ് പറഞ്ഞു. ദ ബ്രേക്ക് ത്രൂ എന്നാൽ അർത്ഥം ഇവിടെ അർത്ഥം തടസ്സം എന്നുള്ള അർത്ഥമാണ്. നിർണായക വഴിത്തിരിവ് ഇതൊക്കെയാണ് അർത്ഥം. ദ ബ്രേക്ക് ത്രൂ കെയിം നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടായി. ആഫ്റ്റർ അതിനെ തുടർന്ന് ദി അക്യൂസ്ഡ് പ്രതി റീസെൻ്റ്ലി എന്നാൽ അടുത്തിടെ വിസിറ്റഡ് സന്ദർശിച്ചു ദ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഫോർ ട്രീറ്റ്മെൻറ്റ് എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി. പ്രതി അടുത്തിടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. വേർ അവിടെ വെച്ച് ഹി മെറ്റ് അദ്ദേഹം കണ്ടുമുട്ടി എ പേഴ്സൺ ഒരു വ്യക്തിയെ ഫ്രം ഹിസ് നേറ്റീവ് പ്ലേസ് അദ്ദേഹത്തിൻ്റെ സ്വദേശത്തുള്ള ഒരു വ്യക്തി അവിടെ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടി. ആൻഡ് ഇൻക്വയർ എന്നാൽ വിവരം അന്വേഷിക്കുക എന്നുള്ള അർത്ഥം. ഹി ഇൻക്വയർഡ് അദ്ദേഹം വിവരം അന്വേഷിച്ചു എബൌട്ട് അതിനെപ്പറ്റി എബൌട്ട് ഡെവലപ്മെൻറ്റ്സ് ബാക്ക് ഹോം. ഡെവലപ്മെൻറ്റ്സ് എന്നാൽ സംഭവ വികാസങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഹി ഇൻക്വയർഡ് അബൌട്ട് ഡെവലപ്മെൻറ്റ്സ് ബാക്ക് ഹോം നാട്ടിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. അറൗസിൻ സസ്പിഷൻ അറൗസ് എന്നാൽ അർത്ഥം ഒരു പ്രത്യേക വികാരത്തെ അല്ലെങ്കിൽ ചിന്തയെ ഉദ്ദീപിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അറൗസിൻ സസ്പിഷൻ ഇതിനർത്ഥം സംശയത്തിന് ഇടയാക്കി എന്നുള്ള അർത്ഥമാണ്. അറൗസിൻ സസ്പിഷൻ അത് സംശയത്തിനെ ഉദ്ദീപിപ്പിച്ചു, അതായത് സംശയം ഉണർത്തി എന്നുള്ള അർത്ഥമാണ്. പ്രതി അടുത്തിടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. അവിടെ വച്ച് അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്നുള്ള ഒരാളെ കണ്ടുമുട്ടുകയും നാട്ടിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഇതാണ് സംശയത്തിന് ഇടയാക്കിയത്. ആക്ടിംഗ് ഓൺ ദി ഇൻഫർമേഷൻ എന്നാൽ വിവരം. ആക്ടിംഗ് ഓൺ ദി ഇൻഫർമേഷൻ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് റിവൈവ് എന്നാൽ ബലപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ഇവിടെ അർത്ഥം പോലീസ് റിവൈവ്ഡ് പോലീസ് ബലപ്പെടുത്തി. ദി ഇൻവെസ്റ്റിഗേഷൻ പോലീസ് അന്വേഷണം ബലപ്പെടുത്തി. ആൻഡ് ഗ്യാതേർഡ് ഇൻ്റലിജൻസ് എന്നാൽ അർത്ഥം വിവരം എന്നാണ് അർത്ഥം. ഗ്യാതേർഡ് എന്നാൽ ശേഖരിച്ചു. പോലീസ് വിവരം ശേഖരിച്ചു എബൌട്ട് ദി അക്യൂസ്ഡ്സ് വെയർഅബൌട്ട്സ് ഇൻ കോട്ടയം. വെയർഅബൌട്ട്സ് എന്നാൽ സംഭവസ്ഥലം, എവിടെ നിന്നാണ് ഇതൊക്കെയാണ് അർത്ഥം. എന്തു കാര്യത്തെപ്പറ്റി. താമസ സ്ഥലം, ഒളിവു സ്ഥലം ഇതൊക്കെയാണ് അർത്ഥം. ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വീണ്ടും ആരംഭിച്ച് പ്രതിയുടെ കോട്ടയത്തെ ഒളിവു സ്ഥലത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചു. പോലീസ് കണ്ടെത്തി മോഹനൻ പിള്ളയെ പോലീസ് കണ്ടെത്തി. ടു കല്ലറ ഓൺ സാറ്റർഡേ ആൻഡ് ടുക്ക് ഹിം ഇൻ ടു കസ്റ്റഡി. ശനിയാഴ്ച പോലീസ് മോഹനൻ പിള്ളയെ കല്ലറയിൽ വച്ച് കണ്ടെത്തി, കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് പോലീസ് കണ്ടു, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ടുക്ക് ഹിം ഇൻ ടു കസ്റ്റഡി എന്നാൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഹി വാസ് ലേറ്റർ ബ്രോട്ട് ടു ദ പോലീസ് സ്റ്റേഷൻ. പിന്നീട് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. വേർ അവിടെ വെച്ച് ഹി വാസ് ഫോർമലി അറസ്റ്റഡ് ആഫ്റ്റർ ഇൻ്ററോഗേഷൻ എന്നാൽ ചോദ്യം ചെയ്യൽ. ഫോർമലി എന്നാൽ ഔപചാരികമായി. ആഫ്റ്റർ ഇൻ്ററോഗേഷൻ എന്നാൽ ചോദ്യം ചെയ്തതിന് ശേഷം. തുടർന്ന് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ ഔപചാരികമായി അറസ്റ്റ് ചെയ്തു.